ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സ്പ്രിംഗ്ലർ ഇടപാടിൽ സർക്കാരിന് ആശ്വാസം. സർക്കാരിന് ദുരുദ്ദേശമുണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് ഹൈക്കോടതി. കോവിഡ് കാലത്തെ സ്പ്രിംഗ്ലർ ഇടപാടിൽ സർക്കാരിന് ആശ്വാസം. ഇടപാടിൽ സർക്കാരിന് ദുരുദ്ദേശമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. അസാധാരണമായൊരു കോവിഡ് സാഹചര്യത്തിലാണ് ഇത്തരമൊരു കരാർ വേണ്ടിവന്നതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട് പൌരന്മാരുടെ സ്വകാര്യത ലംഘിക്കപ്പെട്ടു എന്ന വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. അസാധാരണമായ കോവിഡ് സാഹചര്യത്തിൽ സ്പ്രിംഗ്ലർ കമ്പനിയെ ഒരു ഉപാധിയായി മാത്രമാണ് സർക്കാർ ഉപയോഗിച്ചിരുന്നതെന്നും ഡാറ്റ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. തങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്ന് ചൂണ്ടിക്കാട്ടി പൌരന്മാരിൽ നിന്നും യാതൊരുവിധ പരാതികളും നാളിതുവരെ ഉയർന്നിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. രോഗപ്രതിരോധ ആവശ്യങ്ങൾക്കാണ് വിവരങ്ങൾ ശേഖരിച്ചതെന്നും കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. 555 പേരുടെ 1620 ലോണുകൾ സർക്കാർ ഏറ്റെടുക്കും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. ദുരന്തബാധിതരുടെ വായ്പകൾ സർക്കാർ ഏറ്റെടുക്കും. 10 ലക്ഷത്തിന് മുകളിലും താഴെയുമുള്ള കടങ്ങൾ എഴുതിത്തള്ളുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 555 പേരുടെ 1620 ലോണുകളാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. കടങ്ങൾ എഴുതി തള്ളുകയല്ലെന്നും പകരം ആ കടങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്നുമാണ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രം മനുഷ്യത്വ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചത്. മനുഷ്യത്വപരമല്ലാത്ത ഇടപെടലാണ് സോളിസിറ്റർ ജനറലിന്റെ ഭാഗത്തുനിന്നുമുണ്ടായത്. ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളുവാൻ കഴിയില്ലെന്നായിരുന്നു കോടതിയെ അറിയിച്ചത്. 1,87,56,937 രൂപ ദുരന്തബാധിതർക്ക് കടമുണ്ട്. കടങ്ങൾ ഏറ്റെടുക്കുവാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു. മുന്നണി മാറ്റം തടഞ്ഞത് മന്ത്രി റോഷി. സിപിഐഎം ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം കേരള കോൺഗ്രസിൽ വീണ്ടും വിവാദത്തിന് തിരികൊളുത്തുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ നീക്കത്തെ തകർത്തത് മന്ത്രി റോഷി അഗസ്റ്റിനാണെന്ന സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുതിയ വിവാദങ്ങൾക്ക് വഴിയൊരുങ്ങി. പാർട്ടി ഏതെങ്കിലും മുന്നണിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും അത് 5 എംഎൽഎമാർ ഒരുമിച്ചായിരിക്കുമെന്നും എന്നാൽ മുന്നണി മാറ്റ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുമാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രതികരണം. സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസിന്റെ ശബ്ദരേഖയാണ് കേരള കോൺഗ്രസ് എമ്മിന് വിനയായിരിക്കുന്നത്. ഷാഫി മെമ്മോറിയൽ അവാർഡ് സമ്മാനിച്ചു. അന്തരിച്ച സംവിധായകൻ ഷാഫിയുടെ സ്മരണാർത്ഥം ഷാഫി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ഷാഫി മെമ്മോറിയൽ അവാർഡ് കളങ്കാവൽ സിനിമയുടെ സംവിധായകൻ ജിതിൻ കെ ജോസിന് സമ്മാനിച്ചു. 50,000 രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങിയതാണ് അവാർഡ്. ഷാഫിയുടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പങ്കെടുത്ത ചടങ്ങിൽ നടൻ ദിലീപ് അവാർഡ് നൽകി. സംവിധായകൻ സിബി മരയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംവിധായകനും നടനുമായ ലാൽ ഷാഫി അനുസ്മരണ പ്രഭാഷണം നടത്തി. തിരക്കഥാകൃത്തുക്കളായ ബെന്നി പി നായരമ്പലം, സിന്ധുരാജ്, നിർമ്മാതാക്കളായ ഗിരീഷ് വൈക്കം, ബി രാകേഷ്, എം രഞ്ജിത്ത്, ക്യാമറാമാൻ അഴകപ്പൻ, ഷാഫിയുടെ സഹോദരനും സംവിധായകനുമായ റാഫി, പ്രയാഗ മാർട്ടിൻ, സോഹൻ, സീനുലാൽ, സാദിഖ് എന്നിവർ പ്രസംഗിച്ചു. തിത്താരം മാരിപ്പെണ്ണെ മാജിക് മഷ്റൂംസിലെ ഫെസ്റ്റിവൽ വൈബ് പാട്ട് പുറത്ത്. ഫാമിലികൾക്ക് ആഘോഷിച്ച് ആസ്വദിച്ച് ഏറ്റെടുത്തിരിക്കുകയാണ് നാദൃശ്രീയും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഒന്നിച്ച മാജിക് മഷ്റൂംസ് എന്ന ചിത്രം. സമകാലീന സംഭവങ്ങൾ കോർത്തിണക്കി ഒരു മുഴുനീള ഫാമിലി കോമഡി എന്റർടൈനറായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിലെ ഫെസ്റ്റിവൽ വൈബ് ഗാനം തിത്താരം മാരിപ്പെണ്ണെ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. നാദിർഷയുടെ ഈണത്തിൽ സന്തോഷ് വർമ്മയും യദുകൃഷ്ണൻ ആറും ചേർന്നെഴുതിയ ഗാനം ജാസി ഗിഫ്റ്റ്, നാദിർഷ, രഞ്ജിനി ജോസ് എന്നിവർ ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. സിനിമയുടെ പാട്ടുകളെല്ലാം ഏവരും ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അക്ഷയ് ഉദയകുമാറാണ് ചിത്രത്തിൽ നായികയായി എത്തിയിരിക്കുന്നത്. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് നവകഥനായ ആകാശ് ദേവാണ്. ഭാവന റിലീസാണ് ഡിസ്ട്രിബ്യൂഷൻ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അസ്ലം കൊളക്കോടന്റെ പുസ്തക പ്രകാശനം ജനുവരി 29 ദമാമിൽ. പ്രമുഖർ പങ്കെടുക്കും. പ്രമുഖ പ്രവാസി എഴുത്തുകാരൻ അസ്ലം കൊളക്കോടന്റെ പുതിയ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങ് ഈ മാസം 29 വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ദമാം ഫൈസലിയയിലെ അൽ ഹയാത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ദമാം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡെസ്റ്റിനി ബുക്സ് പ്രസിദ്ധീകരിച്ച റിവർ ഓഫ് തോട്ട്സ് ഇംഗ്ലീഷ് കവിതാ സമാഹാരം,
മരീചക്കിയോ ഈ മരുപ്പച്ച, ഓർമ്മക്കുറിപ്പുകൾ എന്നീ പുസ്തകങ്ങളാണ് ചടങ്ങിൽ പ്രകാശനം ചെയ്യുന്നത്. പ്രശസ്ത എഴുത്തുകാരനും ചലച്ചിത്ര താരവും സംവിധായകനുമായ ജോയ് മാത്യു, പ്രമുഖ സാഹിത്യകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ അമ്മാർ കീഴുപറമ്പ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. മഹാനടന്മാരും പേരണോ, ബോഡി ഷെയ്മിംഗ് എന്ന ഭാരം. തരുൺമൂർത്തി ചിത്രത്തിലെ പോലീസ് വേഷത്തിനു വേണ്ടി മോഹൻലാൽ താടിയെടുത്ത് മീശ പിരിച്ച ചിത്രം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉരുത്തിരിഞ്ഞു വന്നത് കൂടുതലും വളരെ പോസിറ്റീവായ ചർച്ചകളായിരുന്നു. എങ്കിലും കല്ലുകടിയായി മലയാളികൾ പൊതുവെ കേൾക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലേക്ക് അത് വഴിതിരിഞ്ഞു പോയിരുന്നു. പ്രത്യേകിച്ചും ഫേസ്ബുക്കിൽ അത് ഒരു മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ഫൈറ്റായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. തുടക്കത്തിൽ റിലീസായ ചിത്രങ്ങൾ കൂടാതെ മോഹൻലാൽ തന്റെ ഒരു ആരാധകനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവരികയും അതിൽ മോഹൻലാലിന്റെ കഴുത്തിലെ ചുളിവുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് കൂടുതൽ പ്രായം തോന്നുന്നു, താടി കളയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ആരാധകരുടെ വിർച്വൽ തമ്മിൽ തല്ലിന്റെ തുടക്കം. ചിത്രം ഒറിജിനൽ അല്ല, AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതാണെന്ന് തരത്തിലും അഭിപ്രായങ്ങൾ ഉയർന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.